ഒരു 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്തു. പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഞങ്ങൾക്ക് ഇവിടെയാണ് SLMTയിലാണ് കുറച്ചുകൂടി ട്രസ്റ്റ് തോന്നിയത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഒരു ഇതായിരുന്നില്ല, കോളേജ് അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. ഇവിടുത്തെ മോക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. ഇങ്ങനെ പ്ലേസ്ഡായി സെലക്റ്റായി എന്നും പറഞ്ഞ് മെയിൽ വന്നു. ഇൻ്റർനാഷണൽ കമ്പനിയാണ്, അപ്പോൾ സെലക്റ്റായി. എൻ്റെ പേര് ആദിത്യൻ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വന്നത്. ഞാൻ SLMTയിൽ PG ഡിപ്ലോമ കോഴ്സായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ ഡിഗ്രി BCom ആയിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് കുറച്ച് പേര് ലോജിസ്റ്റിക്സ് എടുക്കണം എന്നൊക്കെ പറയണ കേട്ടു. അപ്പം ഞാനത് എന്താണെന്ന് അന്വേഷിച്ചു കൂടുതൽ. അപ്പം നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നതൊക്കെ തോന്നി. അപ്പം ഞാനും വേറെ ഫ്രണ്ടും കൂടി ഇങ്ങനെ എറണാകുളത്ത് വന്ന് 3-4 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി അന്വേഷിച്ചു. അപ്പോൾ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഞങ്ങൾക്ക് ഇവിടെയാണ് SLMTയിലാണ് കുറച്ചുകൂടി ട്രസ്റ്റ് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്തപ്പോൾ ഇതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി, അവർക്കും തോന്നി. ഞങ്ങൾ വന്ന് അഡ്മിഷൻ എടുക്കുകയായിരുന്നു ചെയ്തത്. ഞങ്ങൾ ഒരു 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്തു. ഇപ്പോൾ ഞങ്ങളെല്ലാവർക്കും പ്ലേസ്ഡായി. ഇപ്പോൾ SLMT ഒരു കോളേജ് തന്നെയായിരുന്നു. ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഒരു ഇതായിരുന്നില്ല, കോളേജ് അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. നല്ലതായിരുന്നു. ടീച്ചേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും എല്ലാവരും നല്ല എൻജോയ് ആയിരുന്നു. ഇവിടെ വന്നേ പിന്നെ കുറേ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ ഇംഗ്ലീഷിൽ മെയിനായിട്ട് കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഇംഗ്ലീഷ് കുറേ ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ കുറേ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ സെലിബ്രേഷൻസും കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ നൈസായിരുന്നു. കോഴ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് തന്നെ അവർ ആദ്യത്തെ റിക്വയർമെൻറ്റ് തന്നു. അത് ഇൻ്റർവ്യൂവിൽ റിജക്റ്റായി. പിന്നെ അവർ 5 കൂടുതൽ കുറേ റിക്വയർമെൻറ്റ് തന്നെങ്കിലും ഇൻ്റർവ്യൂ കോളായിട്ട് പിന്നെ ഒരെണ്ണം മാത്രം വന്നുള്ളൂ. ഇപ്പം 3ാമത് ഇൻ്റർവ്യൂ ഇപ്പോൾ കഴിഞ്ഞ കമ്പനിയിലാണ്. അത് ഇങ്ങനെ പ്ലേസ്ഡായി സെലക്റ്റായി എന്നും പറഞ്ഞ് മെയിൽ വന്നു. ഇപ്പം ഇനി 17th ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ഇൻ്റർവ്യൂ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ മോക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പം അതൊക്കെ അപ്ലൈ ചെയ്ത് ഇപ്പോഴത്തെ ഇൻ്റർവ്യൂവിൽ അതൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സെലക്റ്റായി. കിട്ടിയ കമ്പനിയിൽ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഞാൻ സാറിൻ്റെ അടുത്ത് വെച്ചപ്പോൾ സാറ് പറഞ്ഞു നല്ല കമ്പനീനെ കുറിച്ച് സാറ് നല്ല പോസിറ്റീവ് അഭിപ്രായമായിരുന്നു. നല്ല ഇൻ്റർനാഷണൽ കമ്പനിയാണ്, ഇത് ഗ്രോത്ത് കരിയറിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു കമ്പനിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തോന്നി. ഇത്രയും നല്ലൊരു കമ്പനി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല.